ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഡയറ്റ് ഡേ 4. അപ്പോൾ എന്നോട് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്നോട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് കണ്ടിട്ട് എന്നെ അറിയാവുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇനിയും വെയിറ്റ് കുറയ്ക്കുന്നത്? ഓൾറെഡി 23 കിലോ കുറച്ച ആളല്ലേ, ഇനിയും ഒരു ഡയറ്റിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് അവരോടും നിങ്ങളോടും ഒക്കെ ആയിട്ട് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ഒരു ഫുഡ് കൺട്രോളിലായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കുറച്ച് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ പലരും പറയുന്നത്, പണ്ട് ഞാൻ 10 കിലോ കുറച്ച ആളാണ്, ഇപ്പോൾ ഞാൻ അതിനെക്കാട്ടിലും കൂടുതൽ വെയിറ്റ് കൂടി, പക്ഷേ പഴയ പോലെ എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല, പഴയ രീതിയിൽ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെന്താണെന്നറിയാമോ? നമ്മൾ ആ ഡയറ്റിൻ്റെ ട്രാക്ക് വിടുന്നത് കൊണ്ടാണ് നമുക്ക് പഴയ പോലെ കുറയ്ക്കാൻ പറ്റാണ്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ പണ്ട് ഞാൻ അതായിരുന്നു, പണ്ട് ഞാൻ ഇതായിരുന്നു എന്നതിലല്ല കാര്യം. ഇപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ നമ്മൾ എവിടെയാണ്, അതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നന്നായിട്ട് ഡയറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.